ഓക്കെ, അടുത്തതാണ് LVM എന്ന് പറഞ്ഞാൽ ലോജിക്കൽ വോളിയം മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജർ എന്ന് പറയും. നമ്മൾ ഈ ലോജിക്കൽ വോളിയം യൂസ് ചെയ്യുന്നത് നമുക്ക് റീസൈസിങ് ചെയ്യാനോ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം എൻ്റെ കയ്യിലൊരു 3 ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഈ 3 ഹാർഡ് ഡിസ്കിൻ്റെയും പാർട്ടീഷൻ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടൊരു പുതിയൊരു പുതിയൊരു ഹാർഡ് ഡിസ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ LVM ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം എനിക്ക് STB എൻ്റെ കയ്യിലിപ്പം STA എന്ന് പറയുന്നത് ഒരു ഫ്രീ സ്പേസ് ആയിട്ട് ഒരു 4 GB കിടപ്പുണ്ട്. ഒരു 2 GB കിടപ്പുണ്ട്. അതുപോലെ തന്നെ SDB എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്കിൽ ബാക്കി കിടക്കുന്നതാണ്, ഫ്രീ ആയിട്ട് കിടക്കുന്നത് ഒരു 3 GB കിടപ്പുണ്ട്. അപ്പം എൻ്റെ കയ്യിലൊരു 4 GB ഒരു ഡാറ്റ ഇടണം എങ്കിൽ എനിക്ക് 2 GB-ലോ 3 GB-ലോ പറ്റത്തില്ല അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഈ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് ഒരു പുതിയൊരു എന്താക്കി കൊടുക്കാം, ഈ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യിപ്പിച്ച് ഒരു പുതിയൊരു വോളിയം ആക്കി കൊടുക്കാം. ഓക്കെ, അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് LVM വേണം. അതിന് പറയുന്നതാണ് വോളിയം ഗ്രൂപ്പ് എന്ന്. അങ്ങോട്ട് വരാം. ഒരു വോളിയം ക്രിയേറ്റ് ചെയ്യുന്നു, VG എന്ന് പറയും. ആ VG ക്രിയേറ്റ് ചെയ്തിട്ട് VGയുടെ സൈസ് എന്ന് പറഞ്ഞ് രണ്ടിനും കൂടെ കമ്പൈൻ ചെയ്യിപ്പിക്കുമ്പോൾ എത്ര വരും? 4 GB-യുടെ ഒരു പുതിയൊരു ഹാർഡ് ഡിസ്ക് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുകയാണ്, STA-നെ STB-നെയും കൂടെ. അപ്പോൾ ഇങ്ങനെ കമ്പൈൻ ചെയ്യിപ്പിക്കാൻ ഇനി അതിൽ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് റീസൈസിങ്ങിനൊക്കെ ഈ LVM യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് LVM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസൈസിങ് ഉണ്ട്, കമ്പൈൻ ചെയ്യിപ്പിക്കാനുണ്ട്. ഇതിൻ്റെ ID നമ്പർ എന്ന് പറയുന്നത് 8E ആണ്. ഇനി ചെയ്യിക്കണമെങ്കിൽ കുറച്ച് വലിയൊരു കമാൻഡ് ഉണ്ട്, പല ടൈപ്പായിട്ട് അതിനെ നമ്മൾ തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇതൊന്ന് എഴുതുക, എന്നിട്ട് ഞാനൊരു ഇമേജ് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് പാർട്ടീഷനിലേക്ക് പോകാം കേട്ടോ. അതിലും ഹാർഡ് ഡിസ്കുള്ള പാർട്ടീഷനുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ സെയിം ഹാർഡ് ഡിസ്ക്, അത് ഒറ്റ ഹാർഡ് ഡിസ്ക് ഉള്ളൂ. ഇപ്പോൾ STA എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ ഹാർഡ് ഡിസ്ക് എടുത്തു. ഈ ഒറ്റ ഹാർഡ് ഡിസ്കിൽ എനിക്ക് STA1, STA3, STA2 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് കുറേ പാർട്ടീഷൻ ഉണ്ടെങ്കിൽ ഈ പാർട്ടീഷനെയൊക്കെ കമ്പൈൻ ചെയ്യിപ്പിച്ച് വേണമെങ്കിൽ വേറൊരു വോളിയം ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അതിനും ഇത് പോസിബിൾ ആണ്. ഇത് എഴുതി കഴിഞ്ഞതാണോ? ഓക്കെ, നോക്കുക. എൻ്റെ കയ്യിൽ 3 ഹാർഡ് ഡിസ്ക് ഉണ്ട്. SDA1, ഒരു മിനിറ്റ്, ഓക്കെ. എൻ്റെ കയ്യിൽ STA1, STB1, STC എന്ന് പറഞ്ഞ 3 പാർട്ടീഷൻ ഉണ്ട്. അതായത് ഇതെന്ന് പറയുന്നത് SDA എന്ന് പറഞ്ഞ ഹാർഡ് ഡിസ്ക് എന്ന് വന്നേക്കണേ, ഇത് STB എന്ന് പറഞ്ഞ ഹാർഡ് ഡിസ്ക് എന്ന് വന്നേക്കണേ, ഇത് STC എന്ന് പറഞ്ഞ ഹാർഡ് ഡിസ്ക് എന്ന് വന്നേക്കണേ. ഈ 3 പാർട്ടീഷനെയും കൂടെ കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് ഒരു വോളിയം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. ഈ വോളിയം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ PV ക്രിയേറ്റ് ചെയ്യും. PV എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ വോളിയം. ഇപ്പം നമുക്ക് LVM-ന് 3 ടേംസ് ഉണ്ട്, ഒന്ന് PV, ഒന്ന് VG, ഒന്ന് LV എന്ന് പറയും. ഓക്കെ, PV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ വോളിയം എന്ന് പറയും. ഫിസിക്കൽ വോളിയം എന്ന് പറഞ്ഞാൽ ഈ 3 പാർട്ടീഷനെയും കമ്പൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് PV എന്ന് പറയുന്നത്, ഫിസിക്കൽ വോളിയം. ഓക്കെ, അടുത്തത് വോളിയം ഗ്രൂപ്പ്, അതിന് VG എന്ന് പറയും. പിന്നൊന്നാണ് LV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൽ വോളിയം എന്ന് പറയും. എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ, എഴുതി വെച്ചോ.
അപ്പം നമ്മുടെ LVMന് 3 പാർട്ടീഷൻ ഉണ്ട്, 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫിസിക്കൽ വോളിയം, ഒന്ന് വോളിയം ഗ്രൂപ്പ്, പിന്നെ ലോജിക്കൽ വോളിയം. ഫിസിക്കൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഹാർഡ് ഡിസ്ക്. ഇപ്പം ഞാൻ പറഞ്ഞു ഇതെന്ന് പറയുന്നത് SDA, എവിടെന്നാ വന്നേ, SDA എന്ന് പറഞ്ഞ ഹാർഡ് ഡിസ്ക് എന്നാണ് SDA1 ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്തത് SDB എന്ന് പറയുന്ന ഹാർഡ് ഡിസ്ക് എൻ്റെ കയ്യിലുണ്ട്, അതിൽ നിന്ന് കമ്പൈൻ ചെയ്യിപ്പിച്ചതാണ് SDB1 എന്ന് പറയുന്നത്. പിന്നെ SDC എന്ന് പറഞ്ഞ വേറൊരു ഹാർഡ് ഡിസ്ക്. ഇതിന്ന് ഇപ്പൊ ഇതെല്ലാം ഇപ്പൊ ഇത് ഇരിക്കുന്നത് ഇപ്പൊ SDA എന്ന് പറയുന്നത് ഒരു 10 GB ആണ്. ആ 10 GB ഹാർഡ് ഡിസ്കിൽ നിന്ന് എത്ര എടുത്തു, ഒരു 1 GB എടുത്തെന്ന് വിചാരിക്കുക. 1 GB ആണ് ഇവിടെ നിന്ന് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതെല്ലാം ഒരു 10 GB ആണെന്ന് തന്നെ വിചാരിച്ചോ. ഇത് ഞാൻ എടുത്തേക്കണേ ഒരു 2 GB ആണെന്ന് വിചാരിക്കുക. 2 GB. ഇത് ഞാനിപ്പോൾ ഒരു 3 GB എടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ 3 പാർട്ടീഷനെ, അതായത് SDA1 1 GB, SDB1 2 GB, SDC 3 GB, ഇത് മൂന്നിനെയും കൂടെ കമ്പൈൻ ചെയ്യിപ്പിക്കാൻ നമ്മൾ കേർണൽ ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ് PV എന്ന് പറയുന്നത്. അപ്പോൾ PV എന്ന് പറയുന്ന കമാൻഡ് വെച്ചിട്ട് ഈ മൂന്നിനെയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് ഇയാൾ ഒരു വോളിയം ഗ്രൂപ്പ് ആക്കുകയാണ്. ആ വോളിയത്തിന് ഒരു നെയിം ഒക്കെ ഇട്ട് കൊടുത്ത്, ഇപ്പം ഞാനിത് ഇയാൾക്കൊരു പേരിട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഇപ്പം ഞാനിട്ട് കൊടുക്കുന്നത് വേറൊരു ഹാർഡ് ഡിസ്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഞാൻ വിർച്വൽ ഡിസ്ക് 1 എന്നോ അല്ലെങ്കിൽ LV ഡിസ്ക് 1 എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു നെയിം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടമാണ് എന്ത് പേരിട്ട് കൊടുക്കണമെന്ന്. അപ്പം ഞാൻ LV ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ LV ഡിസ്ക് എന്നും പറഞ്ഞുകൊണ്ട് 1 എന്നും പറഞ്ഞൊരു ഹാർഡ് ഡിസ്ക് ഉണ്ടാക്കി. അതിനെയാണ് വോളിയം ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടോട്ടൽ സൈസ് വരുന്നത് എത്രയായിരിക്കും? ഇതിൻ്റെ ടോട്ടൽ സൈസ് വരുന്നത് ഈ മൂന്നിനും കൂടെ കമ്പൈൻ ചെയ്യിപ്പിച്ച് എത്രയാ, 6 GB ആയിരിക്കും ഇതിൻ്റെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത്. ഇനി ഈ 6 GB എന്ന് പറഞ്ഞ സംഭവം ഒരു ഹാർഡ് ഡിസ്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ സാധാരണ നോർമൽ പാർട്ടീഷൻ ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക, അതിൽ നിന്ന് ഒരു വോളിയം ക്രിയേറ്റ് ചെയ്യുക. അതിനെയാണ് ലോജിക്കൽ വോളിയം. ഈ 6 GB നിന്ന് ഇപ്പം ഞാൻ 6 GB എൻ്റെ ടോട്ടൽ സൈസ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് 6 GB. എനിക്ക് 6 GB നിന്ന് എനിക്ക് LV1 എന്ന് പറഞ്ഞൊരു ലോജിക്കൽ വോളിയം ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 500 MB ആണ്. നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യുന്ന എവിടുന്ന, ഈ വോളിയം ഗ്രൂപ്പിൽ നിന്ന്. എന്നിട്ട് ഇതിനെയാണ്, ഈ LV1നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫോർമാറ്റ് ചെയ്തിട്ട് ഇതിനെയാണ് ഇനി ഫോർമാറ്റ് ചെയ്തിട്ട് അത് നമുക്ക് അറ്റാച്ച് ചെയ്ത് മൗണ്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ LV1 500 GB എടുത്തു. അതിനെ ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾ പഠിച്ച ഏതെങ്കിലും XFS ഏതെങ്കിലും ഒരു ഫയൽ സിസ്റ്റം വെച്ചിട്ട് ഫോർമാറ്റ് ചെയ്തു. പിന്നെ എന്നാ ചെയ്തു, അതിനെ ഏതെങ്കിലും ഒരു സ്ലാഷ് കോപ്പിന്നോ ഏതെങ്കിലും ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ നിന്നായിരിക്കും. ഒരിക്കലും BG എന്ന് എടുക്കത്തില്ല. BG എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കമ്പൈൻ ചെയ്യിപ്പിക്കുന്നതാണ്. SDA1 SDB1 SDC എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ഫിസിക്കൽ വോളിയത്തിനെ മെർജ് ചെയ്ത് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് ഒരു വോളിയം ഗ്രൂപ്പ്, അതൊരു വിർച്വലാണ്, ആ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് പാർട്ടീഷൻ ചെയ്യുന്നതാണ് ഈ LV1 LV2 LV3 എന്ന് പറയുന്നത്. ഇനി ഈ ലോജിക്കൽ വോളിനെ ഞാൻ പറഞ്ഞു റീസൈസ് ചെയ്യാന്ന് പറഞ്ഞു, കമ്പൈൻ ചെയ്യാൻ പറഞ്ഞു. കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു. ഇനി നമുക്ക് ഈ ലോജിക്കൽ വോളിയത്തിനെ എനിക്ക് 500 MB വേണ്ട, എനിക്കൊരു 1 GB വേണം അല്ലെങ്കിൽ 2 GB വേണമെങ്കിൽ ഈ ഉള്ള സ്പേസിൽ നിന്ന് എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് 500 MB വേണ്ട 200 MB മതി എനിക്ക് റെഡ്യൂസ് ചെയ്യാനോ ചെയ്യുന്നതാണ്. നമുക്ക് LVM വെച്ചുകൊണ്ട് റെഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനും നമുക്ക് പറ്റും. ഓക്കെ, നമുക്ക് ഇവിടെ ഹാർഡ് ഡിസ്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ഹാർഡ് ഡിസ്ക് STB എന്ന് പറഞ്ഞൊരു ഹാർഡ് ഡിസ്കിനെ 2 പാർട്ടീഷൻ ചെയ്യുകയാണ്. ഒന്ന് STB5 എന്നും STB6 എന്നും പറഞ്ഞ 2 പാർട്ടീഷൻ ചെയ്തു. എൻ്റെ STB6 2 GB യും എൻ്റെ STB5 1 GB ആണ് എടുക്കുന്നത്. ഈ രണ്ടിനെയും കമ്പൈൻ ചെയ്യിപ്പിച്ച് 3 GB ഉള്ള ഒരു വോളിയം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിൽ നിന്നും ഒരു 100 MB LV ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ഫോർമാറ്റ് ചെയ്ത് /Linuxലേക്ക് എന്ത് ചെയ്യുക, മൗണ്ട് ചെയ്യാനാണ് നമ്മൾ ലാബായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം ഒരു മെത്തേഡിൽ, അല്ലെങ്കിൽ ഒരൊറ്റ പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. ഈ STB5നെ ഞാനൊരു 3 GB എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു 4 GB എടുത്തിട്ട് വേണമെങ്കിൽ ഒരു വോളിയം ഗ്രൂപ്പ് ആക്കാം. നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഒറ്റ ഒരു പാർട്ടീഷൻ എടുക്കാം. അവിടെ വേണമെങ്കിൽ 2 or more വേണ്ട, 1 or more എന്ന് വേണമെങ്കിൽ കൊടുത്താലും മതി കേട്ടോ. ഒരൊറ്റ പാർട്ടീഷനെ വേണമെങ്കിൽ ഒരു വോളിയം ഗ്രൂപ്പ് ആക്കി എടുക്കാം. അല്ലെങ്കിൽ 2 or 3 പാർട്ടീഷനെ വേണമെങ്കിൽ നമുക്ക് വോളിയം ഗ്രൂപ്പ് എടുക്കാം. ഇനി അതൊരു ഹാർഡ് ഡിസ്കിൽ നിന്ന് മാത്രമല്ല പല ഹാർഡ് ഡിസ്കിൽ നിന്നും വേണമെങ്കിൽ കമ്പൈൻ ചെയ്യാം. അപ്പം എനിക്കിവിടെ ഞാൻ വേറൊരു ഹാർഡ് ഡിസ്ക് കൊണ്ടുവയ്ക്കുകയാണ്. ഓക്കെ,
എൻ്റെ കയ്യിൽ STB-C എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ ആ ഹാർഡ് ഡിസ്കിൽ നിന്നും എനിക്ക് ആഡ് ചെയ്തിട്ട് ഒരു വോളിയം ഗ്രൂപ്പാക്കി കൊടുക്കണതിന് കുഴപ്പമില്ല. ഇതെൻ്റെ STB അല്ല STC എന്ന് പറഞ്ഞ ഹാർഡ് ഡിസ്കാണ്. ഇതെൻ്റെ STB ആണ്. ഇതിൻ്റെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് വേണമെങ്കിൽ നമ്മുടെ എന്താണോ നമുക്ക് റിക്വയർമെൻറ്റ് അതനുസരിച്ച് വേണമെങ്കിൽ കമ്പൈൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ലാബായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് വേറെ ഹാർഡ് ഡിസ്ക് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങളത് ലാബായിട്ട് വേണമെങ്കിൽ വീട്ടിൽ ഇരുന്ന് ചെയ്തോ. നമുക്കിവിടെ കയ്യിൽ STB എന്ന് പറയുന്ന ഹാർഡ് ഡിസ്ക് ഉണ്ട്. രണ്ടിനെയും കൂടെ 2 പാർട്ടീഷൻ ഞാൻ എടുക്കുന്നു. രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് ഒരു ചെറിയൊരു ലാബ് പോലെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് ഇങ്ങനെ ചെയ്യാവുന്നൊരു ഇത് തന്നാണ്. ഇത് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഓൾറെഡി നിങ്ങൾ വരച്ചല്ലോ, 3 ഹാർഡ് ഡിസ്ക് എടുത്തിട്ട് 3 പാർട്ടീഷൻ എടുത്തിട്ട് കമ്പൈൻ ചെയ്യിപ്പിക്കുന്ന ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് പകരമായിട്ട് ഒറ്റ ഹാർഡ് ഡിസ്ക് 2 പാർട്ടീഷൻ കമ്പൈൻ ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഇത് മാത്രം വരച്ച് വയ്ക്കാം കേട്ടോ, ലാസ്റ്റത്തെ വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ LVM ചെയ്യാൻ വേണ്ടിയിട്ട് സാധാ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, F ഡിസ്ക് ഫസ്റ്റ് /dev ഏതാ SDB കയറി ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കിയാൽ. അപ്പോൾ STB2 9GB എക്സ്റ്റൻഡ് ആണ്. നമുക്ക് അതിൽ നിന്ന് തന്നെ എടുക്കാം. STB5ഉം 6ഉം എടുക്കാം. ഓക്കെ, ഞാൻ N അടിച്ചു. എന്താ ഫസ്റ്റ് സെക്ടർ ഫ്രീ, ലാസ്റ്റ് സെക്ടറിൽ എത്രയായിരുന്നു 2GB അല്ലേ പറഞ്ഞത്. 2GB STB5 ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. 2 ആണോ 1 ആണോ പറഞ്ഞതിനകത്ത്? ഓക്കെ, 1GB STB5 ക്രിയേറ്റ് ചെയ്തു. ഇനി അതുപോലെ തന്നെ വീണ്ടും N അടിച്ചിട്ട് 6 ആണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, പാർട്ടീഷൻ 6. ഓക്കെ, അത് പ്ലസ് 2GB. ടോട്ടൽ എനിക്ക് 3GBയുടെ ഹാർഡ് ഡിസ്ക് മതി, വോളിയം ഗ്രൂപ്പ് മതി. ഓക്കെ, ദെൻ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കൊടുത്ത് നോക്കിക്കേ. STB5 1GB കംപ്ലീറ്റ് വന്നിട്ടില്ല. 94 MB ആണ് തന്നേക്കണം അല്ലേ, 954 മസാല. ഓക്കെ, ഇനി STB6 എന്ന് പറയുന്നത് 2GB. ഓക്കെ, ഇനി എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ID നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, 83 അല്ലേ. നമുക്ക് അതിൻ്റെ LVMൻ്റെ ID നമ്പർ മാറ്റി കൊടുക്കണം. ഫസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യണം ഏതാണ് ID നമ്പർ എന്ന് അറിയാൻ വേണ്ടി. L ഒന്ന് കൊടുത്തു. L കൊടുത്തപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു 8E ആണെന്ന് പറഞ്ഞു അല്ലേ. നോക്കുക, 8E എന്ന് പറയുന്നത് ലിനക്സ് LVMനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് T കൊടുക്കുക. T കൊടുത്തിട്ട് അവർ ചോദിക്കുക ഏതിൻ്റെ കൊടുക്കേണ്ടത്. എനിക്ക് ഫസ്റ്റ് 5ൻ്റെ ആണ് കളയേണ്ട പോട്ടെ, മാറ്റി കൊടുക്കേണ്ടത് 5 അടിച്ചു കൊടുക്കുക. ഹെക്സ് കോഡ് പറഞ്ഞു കൊടുക്കുക. എത്രയാണ് 8E. അടുത്ത് വീണ്ടും T കൊടുക്കുക. 6ൻ്റെ ആണ് വേണ്ടത്, 8E കൊടുത്തു. ഒന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ച് നോക്കിക്കേ, എൻ്റെ STB5 STB6ഉം 8E വന്നിട്ടുണ്ട്. പിന്നെ സേവ് ചെയ്യുക. ഓക്കെ, ഇത്രയും എഴുതി വയ്ക്കുക, ഇത്രയൊന്ന് എഴുതി വയ്ക്കുക കേട്ടോ, എന്നിട്ട് പറ. എന്ത് ഞാൻ ലാബ് വരച്ച് തന്നില്ലേ, എനിക്ക് ലാബിൽ ഷെയർ ചെയ്തപ്പം കളഞ്ഞു. അത് ഞാൻ ലാബാണ് ചെയ്യാൻ വേണ്ടി അത് പോയല്ലേ. ഓക്കെ, കുറച്ച് മുമ്പ് ഞാനൊരു ലാബ് കാണിച്ചു തന്നില്ലായിരുന്നോ?
അതിൽ ഞാൻ STB5 STB6 രണ്ട് പാർട്ടീഷൻ എടുക്കുകയാണ്. രണ്ട് പാർട്ടീഷനും കൂടെ കമ്പൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകാനല്ലേ പറഞ്ഞത്. ഓക്കെ അത് ഓക്കെ അത് ഓക്കെ. ഓ എന്താ ചേട്ടാ? LVM ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. LVM ചെയ്യണതിന് മുന്നേ ഒന്ന് പാർട്ടീഷൻ ചെയ്യണ്ടേ? പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ F ഡിസ്ക് വെച്ചിട്ട് പാർട്ടീഷൻ ചെയ്തു. മോളിൽ നോക്കുക. ഓക്കെ, നിങ്ങൾ സാധാ സ്വാപ്പും നോർമലും ചെയ്ത പോലെ തന്നെ എവിടെ പോയത്? കണ്ടോ? F ഡിസ്ക് വെച്ചിട്ട് STB എന്ന് പറഞ്ഞ ഹാർഡ് ഡിസ്കിന്റെ അകത്ത് കയറി ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അതിനെ പാർട്ടീഷൻ ചെയ്തു. ഏതാ? ഓൾറെഡി നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചുള്ളതുകൊണ്ട് ഞാൻ എക്സ്റ്റെൻഡ് ആയിട്ട് എടുക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് STB5 STB6 ആണ് എനിക്ക് വേണ്ട റിക്വയർമെന്റ്. സോ ഞാൻ STB5ഉം 6ഉം ക്രിയേറ്റ് ചെയ്തു. 5 ക്രിയേറ്റ് ചെയ്തു, 6ഉം ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ ഹെക്സ് കോഡ് മാറ്റിയിട്ട് കൊടുത്തു. ഹെക്സ് കോഡ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് 83 എന്ന് പറഞ്ഞാൽ നോർമലിലായിരുന്നു കിടക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു? അതിനെ മാറ്റി ഹെക്സ് കോഡ് ചേഞ്ച് കൊടുക്കാൻ വേണ്ടി T അടിച്ച് രണ്ടിനെ മാറ്റി 8E ആക്കി കൊടുത്തു. ഇത്ര ചെയ്തുള്ളൂ. സാധാ സ്വാപ്പും നോർമലും ചെയ്ത പോലെ തന്നെ ആകെപ്പാടെ ഒരു ചേഞ്ച് വരുത്തിയുള്ളൂ. ആ ഒരു ഹെക്സ് കോഡ് മാത്രം മാറ്റി കൊടുത്തു. ഓക്കെ, ഇനി നോക്കുക. നമ്മുടെ പാർട്ടീഷൻ്റെ ഒരു നെയിം എക്സാക്ട് ലൊക്കേഷൻ ഒക്കെ നോക്കി വെക്കുക. /dev STB5 ഉണ്ട്, /dev STB6 ഉണ്ട്. ഈ രണ്ട് സാധനത്തിനെയാണ് മെർജ് ചെയ്യിപ്പിച്ചിട്ട് ടോട്ടൽ സൈസ് 3 GB അടുത്ത് വേണം. എൻ്റെ കയ്യിലിരിക്കുന്നത് 2ഉം പിന്നെ 1 GB ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ 3 GB അടുത്താണ് എൻ്റെ ടോട്ടൽ സൈസ് വേണ്ടത്. വോളിയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ സേവ് ചെയ്തു, എക്സിറ്റ് ആയി, ഒന്ന് പാർട്ട് പ്രോബ് കൊടുത്തു. പഴയ പോലെ തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഒന്ന് LSBയിലൊക്കെ കൊടുത്തു. ഓക്കെ, എൻ്റെ സിസ്റ്റം ഒന്ന് റീബൂട്ട് അടിക്കേണ്ടി വരും, ചേഞ്ചസ് മാറാൻ വേണ്ടി കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. നോക്കുക, STB5 STB6 ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഇനി LVM ലോജിക്കൽ വോളിയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പാണ് PV ക്രിയേറ്റ് ചെയ്യണം, ഫിസിക്കൽ വോളിയം. അതായത് ഈ STB5നെയും STB6നെയും കൂടെ കമ്പൈൻ ചെയ്യിപ്പിക്കാനാണ് പോകാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് PV ക്രിയേറ്റ് എന്ന് പറയും. ഓക്കെ, PV ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ടു ക്രിയേറ്റ് ഫിസിക്കൽ വോളിയം എഴുതി വെച്ചോ. ടു ക്രിയേറ്റ് ഫിസിക്കൽ വോളിയം എന്ന് എഴുതി വയ്ക്കുക. അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് PV ക്രിയേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി PV ക്രിയേറ്റ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് PV ക്രിയേറ്റ് സ്പേസ് ഈ രണ്ട് ലൊക്കേഷനും പറഞ്ഞു കൊടുക്കണം. ഒന്ന് STB5ഉം പിന്നെ STB6ഉം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് STB5 ആണെങ്കിൽ കംപ്ലീറ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണം കേട്ടോ. വെറുതെ STB5 എന്ന് കൊടുക്കരുത്, അവർക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. /dev STB5 എന്ന് കൊടുത്തു. ദെൻ സ്പേസ് ഇട്ടിട്ട് ഒരു ലൊക്കേഷൻ കഴിഞ്ഞു. അടുത്തത് ആരെയാണ് കമ്പൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകുന്നത്? /dev /SDB6. ഈ രണ്ടിനെയും കൂടെയാണ് ഞാൻ എൻ്റെ വോളിയം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് കേർണൽ ലെവലിന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് കമാൻഡ് കൊടുത്തു? PV ക്രിയേറ്റ് കൊടുത്തു. ദെൻ എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചപ്പോൾ ഫിസിക്കൽ വോളിയം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണം കൂടെ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഇത് ചെക്ക് ചെയ്യാനുള്ള കമാൻഡാണ് ഒന്നെങ്കിൽ PVS എന്ന് കൊടുക്കാം. PVS എന്ന് പറഞ്ഞാൽ ടു ഡിസ്പ്ലേ അല്ലെങ്കിൽ ടു വ്യൂ. PV വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ വോളിയം വ്യൂ ചെയ്യാനുള്ള കമാൻഡാണ് PVS എന്ന് പറയുന്നത് കേട്ടോ. PVS എന്ന് പറയും. പിന്നെ അടുത്ത് വേറൊന്നുണ്ട് PV ഡിസ്പ്ലേ എന്നുണ്ട്, അതും കൂടെ കാണിച്ചു. അപ്പം ഞാൻ PVS കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് PVS എന്ന് കൊടുക്കുക, ഒന്ന് എൻ്റർ അടിക്കുക. നോക്കുക, STB നമ്മൾ മുകളിലേക്ക് നോക്കണ്ട, STA2 നോക്കണ്ട, അത് ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ക്രിയേറ്റ് ചെയ്ത് വന്നേക്കണതാണ്. നമ്മൾ ചെയ്ത STB5 STB6 എന്ന് പറഞ്ഞ് PV ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ സൈസ് ടോട്ടൽ കാണിച്ചുകൊണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇങ്ങനെ വേണ്ട, ഇത് ഒറ്റയടിക്ക് കാണിച്ചു തരും. ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ PV ഡിസ്പ്ലേ എന്നുള്ളൊരു കമാൻഡ് കൊടുത്താൽ മതി.
ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തരും. ഇതുണ്ടോ STB6 ഒരു ന്യൂ ഫിസിക്കൽ വോളിയം ക്രിയേറ്റ് ആയിട്ടുണ്ട്, സൈസ് 2 GB ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ദെൻ അതുപോലെ തന്നെ തൊട്ടുമുള്ള STB5 ന്യൂ ഫിസിക്കൽ വോളിയം അതിൻ്റെ സൈസ് നമ്പർ കൊണ്ട് നമുക്കിവിടെ കാണിച്ചു തരും. ഇപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയോ ചെയ്തുള്ളൂ. PV ക്രിയേറ്റ് ചെയ്തു, രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യിപ്പിച്ചു. ഇനി അടുത്തെന്ന് പറയുന്നത് ഒരു വോളിയം ഗ്രൂപ്പ്, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് ഇതിനൊരു നെയിം ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാം. അതിനാണ് VG എന്ന് പറയും. അപ്പോൾ അടുത്തത് VG ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡാണ് VG ക്രിയേറ്റ് എന്ന് പറയും. ടു ക്രിയേറ്റ് വോളിയം ഗ്രൂപ്പ് എഴുതി വയ്ക്കാം. ടു ക്രിയേറ്റ് വോളിയം ഗ്രൂപ്പ് VG. വോളിയം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത്രേ ഉള്ളൂ. കമാൻഡ് VG ക്രിയേറ്റ് സ്പേസ്, അതിനൊരു നെയിം. ഞാൻ ഇപ്പോൾ വോളിയം ഗ്രൂപ്പിന് ഒരു പേരിട്ട് കൊടുക്കുവാണ്. എന്താ മൈ വോളിയം എന്നോ മൈ VG എന്ന് പറഞ്ഞാൽ കൊടുക്കുക. എൻ്റെ വോളിയം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുകയാണ് മൈ VG. ഇനി ആർക്കാണ് ഈ നെയിം ഇട്ട് കൊടുക്കേണ്ടത്? അപ്പോൾ VG ക്രിയേറ്റ് കഴിഞ്ഞിട്ട് നെയിമാണ് കൊടുക്കുന്നത്. ആരെയാണ് കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് ഈ നെയിം ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്? എൻ്റെ STB5നെ STB6നെ അല്ലേ? ആ രണ്ട് പാത്ത് ഒന്ന് മെൻഷൻ ചെയ്യുക. /dev /SDB ഏതാ STB5 സ്പേസ് /dev /SDB6 രണ്ടിനെയും കൂടെ ഞാൻ കമ്പൈൻ ചെയ്യിപ്പിച്ചു. അപ്പം my_VG എന്നും പറഞ്ഞാൽ എൻ്റെ ഒരു വോളിയം ഗ്രൂപ്പ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യിപ്പിച്ചു. ഓക്കെ, ഇനി ഒന്ന് ഈ കമാൻഡ് എഴുതി വെക്കേ, എന്നിട്ട് പറയാം. വേണേൽ സിൻടാക്സ് ആയിട്ട് ഇങ്ങനെ എഴുതിക്കോ. VG ക്രിയേറ്റ് സ്പേസ് ഈ പേരിന് പകരം നെയിം, ദെൻ ലൊക്കേഷൻ. എത്ര വേണോ അത്ര. ഇപ്പം എനിക്ക് 2 ഉള്ളൂ, 3 വേണമെങ്കിൽ 3. ഇനി അതല്ല ഒരെണ്ണം ഉള്ളെങ്കിൽ ഒരെണ്ണം മാത്രം. 3 വേണമെങ്കിൽ 3 ഡിഫറെൻറ്റ് ഹാർഡ് ഡിസ്കിൽ നിന്ന് എടുക്കാം, അതിലെ പാർട്ടീഷൻ ആകാം, അല്ലെങ്കിൽ സെയിം ഹാർഡ് ഡിസ്കിലെ പാർട്ടീഷൻസ് ആകാം. ഇനി ഇത് ഡിസ്പ്ലേ ചെയ്യാനുള്ള കമാൻഡ് ഇത്രേ ഉള്ളൂ. VGS PV ആണെങ്കിൽ PVS PV ഡിസ്പ്ലേ പോലെ PV ക്രിയേറ്റ് ചെയ്തു, PVS PV ഡിസ്പ്ലേ കൊടുക്കുന്ന പോലെ തന്നെ VGൻ്റെ നമുക്ക് കാണണമെങ്കിൽ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് VGS കൊടുക്കാം. ടു വ്യൂ ഏതാ VGS കാണാൻ വേണ്ടിയിട്ട്, VGS അല്ല VG കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ VGS അടിച്ചു കൊടുത്തു. VGS അടിച്ചു കൊടുത്തപ്പോൾ കണ്ടോ my_VG എന്നും പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ടോട്ടൽ സൈസ് കണ്ടോ 2 പ്ലസ് അവിടുത്തെ 1 GB. 1 GB കംപ്ലീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ 2.93 GB ഉള്ള കമ്പൈൻ ചെയ്ത ഒരു VG നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഏത് വെച്ചിട്ട്? VG ക്രിയേറ്റ് ചെയ്ത് വന്നപ്പോഴത്തേനും ആദ്യമേ ഒരു ഫിസിക്കൽ വോളിയം ക്രിയേറ്റ് ചെയ്തു, രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യിപ്പിക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷം ആ ഫിസിക്കൽ വോളിയത്തിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യിപ്പിച്ച് ഒരു VG ക്രിയേറ്റ് ചെയ്തു, അയാൾക്കൊരു നെയിം ഒക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ആ തന്ന 1 GB 2 GB കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു 3 GB ഒരു വോളിയം ഗ്രൂപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അയാളുടെ പേരാണ് my_VG എന്നും പറഞ്ഞുകൊണ്ട്. ഇനി ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് DG ഡിസ്പ്ലേ എന്നുള്ളൊരു കമാൻഡ് കൊടുത്താലും VGS അല്ലെങ്കിൽ VG ഡിസ്പ്ലേ. VG ഡിസ്പ്ലേ ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. നോക്കുക, നമ്മൾ ക്രിയേറ്റ് ചെയ്ത വോളിയം ഗ്രൂപ്പ് അവിടെ പോയി. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത my_VG, VG നെയിം my_VG, അതിൻ്റെ സൈസ്. ഇനി സൈസ് കംപ്ലീറ്റ് നമുക്ക് തരത്തില്ല, കുറച്ച് അതിൻ്റെ എന്ത് ചെയ്യും ഫിസിക്കൽ വോളിയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ P എന്ന് പറയുന്ന ഫിസിക്കൽ എക്സ്റ്റൻഡ് എന്ന് പറയും ആ സൈസ്. അതായത് നമുക്ക് കംപ്ലീറ്റ് ഒരു സൈസ് തരത്തില്ല അല്ലേ, അവരുടെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് സൈസ് എടുക്കും. അത് ഡിഫോൾട്ടായിട്ട് എടുക്കുന്നത് 4 MB ആണ് എടുക്കുന്നത്.
ബാക്കിയുള്ള സൈസാണ് നമ്മുടെ കയ്യിലേക്ക് തരുന്നത്. അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു പുതിയൊരു ഹാർഡ് ഡിസ്ക് വന്നിട്ടുണ്ട്. ഒരു വോളിയം ഗ്രൂപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇയാളുടെ ലൊക്കേഷൻ വരുന്നത് എപ്പോഴും ഇങ്ങനെയായിരിക്കും, /dev/ VGയുടെ നെയിം ആയിരിക്കും. എൻ്റെ VG നെയിം എന്ന് പറയുന്നത് my_VG എന്ന് എൻ്റെ പേരിട്ടേക്കണം അല്ലേ. ഇതാണ് വോളിയം ഗ്രൂപ്പിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്, VG ലൊക്കേഷൻ. ഇനി എപ്പോഴും എടുത്ത് STB5 STB6 എന്ന് കൊടുക്കണ്ട. ഇനി ഈ 3GB ഞാനൊരു 100 MB എടുത്തിട്ട് ഒരു പാർട്ടീഷനൊക്കെ നടത്താൻ വേണ്ടി പോവുകയാണെങ്കിൽ നമുക്കൊരിക്കലും അതെടുത്ത് ഇനിയിപ്പോൾ കംപ്ലീറ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ട. ഈ ഒരൊറ്റ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്താൽ മതി. കാരണം ഇത് രണ്ടിനും കൂടെ കമ്പൈൻ ചെയ്യിപ്പിച്ച് MyGBയിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എഴുതിയെടുത്തോ? ലൊക്കേഷൻ അവിടെ കാണിച്ചിട്ടില്ല. അപ്പം PV ക്രിയേറ്റ് ചെയ്തു, പിന്നെ VG ക്രിയേറ്റ് ചെയ്തു. ഇനി എൻ്റെ പറയുന്നുണ്ട് എന്താ, VG നിന്ന് എനിക്കൊരു LV1 എന്നും പറഞ്ഞുകൊണ്ട് ഒരു ലോജിക്കൽ വോളിയം ക്രിയേറ്റ് ചെയ്യണം. അയാളെ XFSലേക്ക് ഫോർമാറ്റ് ചെയ്യണം, പിന്നെ /Linuxലേക്ക് മൗണ്ട് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത് അല്ലേ, 100 MBയുടെ. അടുത്താണ് ഈ MyGB എന്ന് പറയുന്ന വോളിയം ഗ്രൂപ്പിൽ നിന്ന് എങ്ങനെയാണ് ഒരു പാർട്ടീഷൻ നടത്താൻ വേണ്ടി പോകുന്നതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. LV ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് ഇത്രേ ഉള്ളൂ, LV ക്രിയേറ്റ് ലോജിക്കൽ വോളിയം. ഒരു വോളിയം ഗ്രൂപ്പിൽ നിന്ന് ഒരു LV ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു പാർട്ടീഷൻ നടത്തണമെങ്കിൽ ഉള്ള കമാൻഡാണ് LV ക്രിയേറ്റ്. ടു ക്രിയേറ്റ് ലോജിക്കൽ വോളിയം LV. ഇത്രേ ഉള്ളൂ. PV ക്രിയേറ്റ്, VG ക്രിയേറ്റ്, LV ക്രിയേറ്റ്. ഇനി LV ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത്രേ ഉള്ളൂ. LV ക്രിയേറ്റ് സ്പേസ് ഒരു -n കൊടുക്കുക. -n എന്ന് പറഞ്ഞാൽ നെയിം കൊടുക്കാൻ വേണ്ടിയിട്ട്, ഏത് ടൈപ്പാണ്. -n റെപ്രസെന്റ് ചെയ്യുന്നത് നെയിമിനെയാണ്. ഓക്കെ, അപ്പം നെയിം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നെയിം ഇട്ട് കൊടുക്കുക. നെയിം ഞാൻ കൊടുക്കുന്നത് LV1 ആണ്. ലോജിക്കൽ വോളിയം ഫസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് -ക്യാപിറ്റൽ L കൊടുക്കുക. L എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നത് ടൈപ്പ് സൈസിനെയാണ്. ഏതാണ് അതിൻ്റെ ലെന്ത് അല്ലെങ്കിൽ അതിൻ്റെ സൈസ് എത്രയാണ്, എത്ര സൈസുള്ള അല്ലെങ്കിൽ എത്ര MBയുടെ ആണ് അല്ലെങ്കിൽ എത്ര GB ആണ് LV1 ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് L റെപ്രസെന്റ് ചെയ്യുന്നത്. -L എന്ന് കൊടുത്തിട്ട് അതിൻ്റെ സൈസ് പറഞ്ഞു കൊടുക്കുക. ഞാൻ 100 MB ആണ്, സോ 100 M എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി എവിടുന്നാണ്, അടുത്തതാണ് ലാസ്റ്റാണ്, എവിടുന്നാണ് ഈ 100 MB ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു വോളിയം ഗ്രൂപ്പിൽ നിന്നായിരിക്കണം ആ വോളിയം ഗ്രൂപ്പിൻ്റെ പേര്. ഒന്നെങ്കിൽ വോളിയം ഗ്രൂപ്പിൻ്റെ പേര് തന്നെ പറഞ്ഞു കൊടുത്താൽ വന്നോളും, my_VG. ഈ പാത്ത് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. my_VG എന്ന് കൊടുക്കുക. അതിൽ നിന്നും ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻ്റർ അടിക്കുക. കണ്ടോ, LV1 എന്ന് പറഞ്ഞ പേരിൽ ഇവിടെ ഇഷ്ടമുള്ള നെയിം കൊടുക്കുക കേട്ടോ. ഇത്രേ ഉള്ളൂ കമാൻഡ്. LV ക്രിയേറ്റ് -n എന്ന് പറഞ്ഞിട്ട് n റെപ്രസെന്റ് ചെയ്യുന്നത് നെയിമിനെയാണ്. എന്തെങ്കിലും ഒരു പേരിട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ വേറെ എന്തെങ്കിലും പേര് A1 എന്ന് പറഞ്ഞ പേര് നെയിം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ A1 എന്ന് കൊടുക്കുക. ദെൻ -ക്യാപിറ്റൽ L എന്ന് കൊടുത്തിട്ട് അതിൻ്റെ ലെന്ത്, അതായത് സൈസ് എത്രയാണ്. എനിക്ക് വേണ്ടത് 100 MB ആണെങ്കിൽ 100 M, 100 GB ആണെങ്കിൽ 100 G. എത്രയാണോ വോളിയം ഗ്രൂപ്പിൽ നിന്ന് എൻ്റെ വോളിയം ഗ്രൂപ്പിൽ എത്രയാണോ കപ്പാസിറ്റി അതിൽ നിന്ന് കുറച്ചുള്ളതാണ് കൊടുക്കേണ്ടത്. ഇനി അതും അതിൻ്റെ കുറവുള്ളത്. ഇനി എവിടെ നിന്നാണ് ഈ സൈസ് എടുക്കേണ്ടത്, ആ ഒരു വോളിയം ഗ്രൂപ്പിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക. അപ്പം അങ്ങനെ നമ്മൾ LV ക്രിയേറ്റ് ആയി. ഇനി വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു LVS ടു ഡിസ്പ്ലേ
LV എത്രയൊക്കെ LV നമ്മുടെ കയ്യിലുണ്ട്, അതിൻ്റെ സൈസ് എത്രയാണ്, എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, ലൊക്കേഷനൊക്കെ കംപ്ലീറ്റ് അറിയാൻ വേണ്ടി LVS കൊടുക്കുക, അല്ലെങ്കിൽ LV ഡിസ്പ്ലേ കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ LVS കൊടുത്തു. നോക്കുക, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് LV1, മുകളിൽ നോക്കണ്ട, LV1 എന്ന് പറഞ്ഞ പേരിൽ ഒരു ലോജിക്കൽ വോളിയം ക്രിയേറ്റ് ചെയ്തു. അതെന്ന് പറയുന്നത് എവിടെ നിന്നാണ്, VG നെയിം മുകളിലത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത് LV നെയിം കിട്ടുകൊടുത്തേക്കുന്നത് LV1 ആണ്. ഇനി പഴയ നമ്മുടെ ഡിഫോൾട്ടായിട്ട് ഉണ്ടാകുന്ന റൂട്ട് സ്വാപ്പ് എന്നൊക്കെ കിടക്കുന്നുണ്ടോ, സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ തന്നെ അവർ തന്നെ ഡിഫോൾട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അവിടെ വോളിയം ഗ്രൂപ്പിൻ്റെ നെയിം CL ആണ്. അപ്പം നമ്മുടെ ഇവിടെ നമ്മുടെ LVയുടെ നെയിം LV1, വോളിയം ഗ്രൂപ്പിൻ്റെ പേര് my_VG എന്നാണ്. അതിൻ്റെ സൈസ് എത്രയാണ്, ഓക്കെ, അത്രയും കാര്യങ്ങൾ കിട്ടി. ഞാൻ പറഞ്ഞു LV ഡിസ്പ്ലേ വേണമെങ്കിൽ കൊടുക്കാം. LV ഡിസ്പ്ലേ കൊടുക്കുവാണെങ്കിൽ മുകളിലേക്ക് പോവാം. നോക്കിക്കേ, LV കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടും. LV പാത്ത് ഇങ്ങനെയാണ് വരിക, /dev നിങ്ങളുടെ വോളിയം ഗ്രൂപ്പിൻ്റെ നെയിം, അതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് LV1, ഇതായിരിക്കും പാത്ത് കേട്ടോ. ഈ പാത്ത് ഒന്ന് മെൻഷൻ ചെയ്യുക, കാരണം നമ്മൾ ഫോർമാറ്റൊക്കെ ചെയ്യുമ്പോൾ ഇതായിരിക്കണം പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ സാധാരണ എങ്ങനെയാണ് വരുന്നത്, /dev STB1 അല്ലെങ്കിൽ STB2 എന്നാണ് വരുന്നത് അല്ലേ. ഈ STB1നെയും 2നെയും അല്ലെങ്കിൽ STB5നെയും 6നെയും കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ഒരു വോളിയം ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഒരു ഡിസ്കിൽ നിന്ന് വരുന്നതാണ് LV1 എന്ന് പറഞ്ഞുകൊണ്ടൊരു പാർട്ടീഷൻ അല്ലെങ്കിൽ ഒരു ലോജിക്കൽ വോളിയം. അപ്പോൾ ഈ പാത്ത് നിങ്ങൾ തെറ്റിക്കരുത്, ഫോർമാറ്റ് ചെയ്യുമ്പോൾ ഈ പാത്താണ് വേണ്ടത്. LV1നെ ഞാൻ XFSലേക്ക് ഫോർമാറ്റ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് പാത്ത് പറഞ്ഞു കൊടുക്കണം. ഈ മൗണ്ട് ചെയ്യുവാണെങ്കിൽ ഈ കംപ്ലീറ്റ് പാത്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ LV നെയിം LV1, VG നെയിം my_VG എന്നാണ് ക്രിയേറ്റ് ചെയ്തത്. പിന്നെ അതിൻ്റെ ടോട്ടൽ സൈസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അത്ര നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഞാനൊന്ന് LSBയിലേക്ക് കൊടുക്കുകയാണ്. നോക്കിക്കേ, STB5 അല്ലെങ്കിൽ STB6 ഇതിൽ നിന്നും ഒരു my_VG എന്നും പറഞ്ഞുകൊണ്ട് ഒരു സൈസ് L1 ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 100 MB ആണ്. ഓക്കെ, ഇതിലെന്താണ് ഈ ഒറ്റ ഇതിൽ നിന്ന് കാണിക്കണേന്ന് മനസ്സിലായോ? ഇത് ഇവിടെ നോക്കിയേ, STA2 നോക്കുക, അവിടെ ഒറ്റ ഇതിൽ നിന്നാണ് STA2 എന്നാണ് കമ്പൈൻ ചെയ്ത് വന്നേക്കണത് അല്ലേ. പക്ഷെ നമുക്കിവിടെ STB5 ഉണ്ട്, STB6 ഉണ്ട്. പക്ഷേ STB5 മാത്രമാണ് ഇവിടെ കാണിച്ചു തന്നേക്കണത്. എന്തായിരിക്കും, ആർക്കെങ്കിലും അറിയാമോ? സാധാരണ വരേണ്ടത് എങ്ങനെയായിരിക്കണം, ഈ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് മുകളിലേക്ക് ഒരു വരയും കൂടെ വരണ്ടേ? ആൻസർ അറിയാമോ ആർക്കെങ്കിലും? അറിയാമോ? ഇവിടെ നമ്മൾ 100 MB ആണ് എടുത്തത്. അപ്പം നമ്മൾ ഫിസിക്കൽ വോളിയത്തിനെയാണ് അല്ലെങ്കിൽ നമ്മൾ പാർട്ടീഷനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് അല്ലേ. ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുവാണെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യിപ്പിച്ചു എന്ന് നമ്മൾ ലോജിക്കലി പറയുമെങ്കിലും രണ്ടും രണ്ട് പാർട്ടീഷനിൽ നിന്ന് വന്നതാണ്, ഒരു 1 GB ഒരു 2 GB. അപ്പം ഫസ്റ്റ് എവിടെ നിന്നാണോ സൈസ് കുറവുള്ളത് അവിടെ നിന്ന് എടുത്ത് ഇങ്ങ് പോരുക ചെയ്യുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ പാർട്ടീഷനിൽ നിന്നാണ് സൈസ് എടുത്ത് ലാസ്റ്റിലേക്ക് വരുന്നത്. ഇൻ കേസ് ഇവിടെ 1.5 GB ആണ് നമ്മൾ ഈ LV1 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പാർട്ടീഷനിൽ നിന്നും എടുത്തേനെ. കാരണം 1.5 എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എടുത്തേനെ കേട്ടോ. 1.5 എന്ന് പറയുന്നത് ഇതിൽ പറ്റത്തില്ല, പിന്നെ ഇതിലേ പറ്റത്തുള്ളൂ 2 GB വേണേൽ 2 GB സെപ്പറേറ്റ് എടുക്കാം. എൻ്റെ കയ്യിൽ ഒരു 2.5 GB ആണ് വരുന്നതെങ്കിൽ 1.5 അല്ല 2.5 GB ആണ് എടുക്കുന്നതെങ്കിൽ ഈ രണ്ടിൽ നിന്നും കമ്പൈൻ ചെയ്യിപ്പിച്ച് എടുക്കേണ്ടി വന്നേനെ. 1.5 GB ആണെങ്കിൽ 2 GBയുടെ സൈസിൽ നിന്ന് എടുത്തേനെ. പിന്നെ 100 MBക്ക് വരുമ്പോൾ ഫസ്റ്റ് ഇതിൽ നിന്ന് എടുത്തേനെ. പക്ഷേ ടോട്ടൽ സൈസ് വരുന്നത് എനിക്ക് ആവശ്യമുള്ള പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ LV1 സൈസ് എന്ന് പറയുന്നത് ഒരു 2.4 വേണം. 2 GB അവർ നോക്കി, പറ്റത്തില്ല കാരണം ഇവിടെ 2 GB ഉള്ളൂ, 2.4 കൂടെ എനിക്ക് എടുക്കണം. ഇവിടെ നിന്ന് വേണമെങ്കിൽ 2 GB എടുക്കാം.
ഇനി ഇവിടെ 1 GB അല്ലെങ്കിൽ 954 MB എടുക്കുകയാണെങ്കിൽ അവിടെ 2.5 GB എടുക്കുക അല്ലെങ്കിൽ 2.4 GB എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. സോ ഇതിൽ നിന്നൊരു 400 കൂടി എടുത്ത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യിപ്പിച്ചേനെ. അല്ലാത്തോളം കാലം എവിടെ നിന്നാണ് ഫസ്റ്റ് പാർട്ടീഷൻ അവിടെ നിന്ന് അത് എടുത്തെടുത്ത് പോവുകയാണ് ചെയ്യത്തുള്ളൂ. ഇങ്ങനെയാണ് LV1 ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു തവണ ഞങ്ങളുടെ പാർട്ടീഷൻ ക്രിയേറ്റ് ഏറ്റവും കുറവുള്ളിടത്തല്ല, ഫസ്റ്റ് പാർട്ടീഷൻ എവിടെ നിന്നാണോ അവിടെ നിന്ന് എടുത്തു വരിക കേട്ടോ. അത് ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് വന്നതാ. ഏറ്റവും കുറവുന്നത് പാർട്ടീഷൻ നമ്പർ ഫസ്റ്റ് ഏതാണോ അതിൽ നിന്ന് എടുത്തു വരും. ഇപ്പം ഇവിടെ 100 MB വന്നു, ഇതിൽ നിന്ന് എടുത്തു. STB 5 കഴിഞ്ഞിട്ടല്ലേ 6 വരിക. അപ്പോൾ 5 ന്ന് എടുത്ത് അത് കംപ്ലീറ്റ് ആയതിനു ശേഷം 6ലേക്ക് വരിക. ഇനി അവർ നോക്കുകയാണ്, ഞാൻ പറഞ്ഞു 1.5 GB എടുക്കാൻ വേണ്ടി പോവുകയാണ്. 1.5 GB STB 5 നോക്കുമ്പോൾ അവർക്ക് എടുക്കാൻ പറ്റത്തില്ല. എവിടെ ഉള്ളൂ? STB 6 പറ്റത്തുള്ളൂ. സോ നേരെ STB 6ലേക്ക് പോകും. ഇനി 2.4 GB ആണ് വേണ്ടതെങ്കിൽ രണ്ടിനും കൂടെ കമ്പൈൻ ചെയ്യിപ്പിക്കും. കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് പറയാം. അപ്പം ഞാൻ LV1 ക്രിയേറ്റ് ആയി. ഇനി ഇവിടെ നോക്കിക്കേ, നമുക്കിവിടെ മൗണ്ട് പോയിന്റ് ഒക്കെ ചെയ്യണം. ഒന്നും ചെയ്തിട്ടില്ല, ഫോർമാറ്റ് ഒന്നും ചെയ്തിട്ടില്ല അല്ലേ. ഇനി അടുത്ത സാധാ പോലെ നമ്മൾ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കുക. നോർമൽ പാർട്ടീഷൻ്റെ ആണ്, സ്വാപ്പ് അല്ല. സ്വാപ്പ് നമുക്ക് റാമിനൊക്കെ വേണ്ടിയിട്ടാണ്. നമുക്ക് വേണ്ടത് നോർമലാണ്. നോർമൽ ആകുമ്പോൾ MKFS ഡോട്ട് അല്ലേ, XFS ഞാൻ സാധാ പറഞ്ഞ പോലെ തന്നെ. ഇവിടെ പാത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പാത്ത് എന്തായിരിക്കണം? /dev നിങ്ങളുടെ VGയുടെ പേര് എന്താ, my_VG. അതിനകത്തുള്ള പാർട്ടീഷൻ ഏതാണോ അത് പറഞ്ഞു കൊടുക്കുക. സാധാ പോലെ തന്നെ ആ ലൊക്കേഷൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ദെൻ എൻ്റർ അടിക്കുക. ഫോർമാറ്റ് ചെയ്ത് കൊടുത്തു. ഇനി മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെർമനൻ്റ് ആണെങ്കിൽ FS ടാബ് ചെയ്ത് അതിന് മുന്നേ എന്ത് ചെയ്യുക? ഡയറക്ടറി ഉണ്ടാക്കുക. ഡയറക്ടറി ഉണ്ടെങ്കിൽ അതിലേക്ക് മൗണ്ട് ചെയ്യാം. എൻ്റെ പേര് ഡയറക്ടറി ഞാനിപ്പോൾ എൻ്റെ കയ്യിലില്ല. ഞാൻ /linux എന്ന് പറഞ്ഞൊരു ഡയറക്ടറി ഉണ്ടാക്കി. ഇനി സാധാ ടെമ്പററി ആണെങ്കിൽ മൗണ്ട് എന്ന് കൊടുത്താൽ മതി കേട്ടോ. പെർമനൻ്റ് ആയിട്ടാണ് നമ്മൾ വേണ്ടതെങ്കിൽ vim/etc FS ടാബ് കൊടുത്തു. എന്ത് കൊടുക്കുക? ഫുൾ പാത്ത്. ഇവിടെയും ഫുൾ പാത്ത് പറഞ്ഞു കൊടുക്കണം. /dev/ എന്താ my_VG/ അതിൻ്റെ അകത്തുള്ള LV1. ദെൻ ടാബ് അടിച്ചു കൊടുത്തിട്ട് എങ്ങോട്ടാണ് മൗണ്ട് ചെയ്യേണ്ടത്, എങ്ങോട്ടാ /linuxലേക്ക്. ദെൻ ഫയൽ സിസ്റ്റം XFS. സാധാരണ ഡിഫോൾട്ട് 0 0 ഇത്രേ ഉള്ളൂ. ആ പാത്ത് മാത്രം ഒന്ന് ചെയ്ത് വെച്ചാൽ മതി. ബാക്കിയൊക്കെ പഴയ പഠിച്ച പോലെ തന്നെ സേവ് ചെയ്ത് കൊടുക്കുക. പിന്നെ മൗണ്ട് _-a LSBയിലേക്ക് കൊടുക്കുക. നോക്കിക്കേ, /linuxലേക്ക് 100 MB എന്നുള്ള ഒരു സൈസ് ഇവിടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. LV ആണെന്ന് മാത്രമേ ഉള്ളൂ. നാളെ നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യുന്നത്, ഇനി ഇതിനകത്ത് എങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്ത് കൊടുക്കുന്നത് ഒന്നുകൂടെ നോക്കാം. ഒരു പാർട്ടീഷൻ കാരണം കുറച്ച് കമാൻഡ് ഉള്ളതുകൊണ്ട് ചുടൊന്ന് ചെയ്ത് നോക്കിയാലാണ് നമുക്ക് ക്ലിയർ ആകത്തുള്ളൂ.